സഭാതലം കുലുങ്ങുമോ എന്നാണ് ചോദ്യം. മധു, നാളെ സഭാ സമ്മേളനം തുടങ്ങിയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. തീർച്ചയായും ഒരു മാസത്തിനുള്ളിൽ ആയുധങ്ങൾ, ആദ്യ മാസത്തിൽ ആയുധങ്ങൾ അനവധി പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് പ്രധാനമാണ് വി ഡി സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യ ദിവസം തന്നെ തുടങ്ങിയ വിവാദങ്ങളാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ ഇപ്പോൾ നോക്കൂ, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പ്രതിപക്ഷം ആദ്യ മാസം തന്നെ വിമർശനം ഉന്നയിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ രണ്ട് വിഷയങ്ങൾ അങ്ങനെയല്ല. ഒന്ന് PM ശ്രീയും, രണ്ട് ഈ പറയുന്ന മദ്യത്തിന്റെ നികുതിയും. അത് കാമ്പുള്ള വിഷയങ്ങളാണ്. അതിൽ വിമർശിച്ചാൽ സർക്കാരിന്റെ ഹണിമൂൺ കാലം ആരും പരിഗണിക്കുകയില്ല. കാരണം അത് അതിനപ്പുറത്തേക്കുള്ള ഒന്നാണ്. രണ്ടും നയപരമായ തീരുമാനം എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തുറന്നെതിർത്ത രണ്ടു കാര്യങ്ങൾ എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമാണോ നിലപാടിൻ്റെ രാജകുമാരൻ വേഷം കളിച്ചത് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അഭിനയമാണോ എന്നുള്ളത്. അത് പലപ്പോഴും നേതാക്കൾ പലരും വിരുദ്ധമായ നിലപാടുകൾ വിളിച്ചു പറയുന്നത് കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് ജനം എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ ഈ സർക്കാർ ബോർഡ് ഉണ്ടായിരുന്നില്ല എന്ന് ജനത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. KM ഷാജി പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞില്ല എങ്കിലും ഘടകവിരുദ്ധമായ നിലപാടെടുത്തു. ഘടകവിരുദ്ധമായ നിലപാടുകൾ ബജറ്റിൽ അടക്കം തുറന്നു കാണിക്കുന്നു വി ഡി സതീശൻ. അപ്പോൾ സ്വാഭാവികമായും എന്തിനായിരുന്നു എന്നുള്ളത് വാക്കാണല്ലോ പ്രധാനം. ഈ വാക്കു കേട്ടിട്ടാണല്ലോ ജനം വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത് ജനങ്ങളുടെ മുഖത്ത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് സമാനമായ നിലപാടെടുക്കുക എന്ന് പറയുന്നത് ആദ്യ മാസം തന്നെയും എടുക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാ നിലപാടുകളും അങ്ങനെയാണ് എന്നൊന്നുമല്ല. വാക്കാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞു തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതികൾ അനവധിയുണ്ട്. പക്ഷേ ഒരു സർക്കാരിന്റെ, നമ്മൾ നേരത്തെയും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുകയും CPM ഭരണപക്ഷത്തിരിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സർക്കാരിന്റെ നല്ല വശങ്ങൾ കൊട്ടിഘോഷിക്കാൻ ഇവിടെ PRD ഉണ്ട്. സർക്കാർ ചെയ്യുന്ന വാഗ്ദാന ലംഘനങ്ങളും സർക്കാർ ചെയ്യുന്ന നയപരമായ വ്യതിയാനങ്ങളും ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് മാധ്യമങ്ങൾ. അത് ഞാൻ വീണ്ടും ഇതിനു മുൻപും മീഡിയ എഡിറ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഭാഷ്യമായിരുന്നില്ല നാട്ടിലെ മാധ്യമങ്ങളുടെ ഭാഷ്യം. അങ്ങനെ CPM കരുതിയിരുന്നുവെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഷ്യമായിരുന്നു നാട്ടിലെ മാധ്യമങ്ങളുടെ ഭാഷ്യം. അത് വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും മത്സരിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. അത് കോൺഗ്രസിന് അനുകൂലമായി മാത്രം എല്ലാ കാലവും ഭരണത്തിലിരിക്കുമ്പോഴും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. ഒന്ന്, മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം. അത് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അത് ടാക്സുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്ന രീതിയിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അത് നയപരമായ ഒരു വിഷയം കൂടിയാണ്. ഇനി ടാക്സുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തന്നെ അതെന്തിനാണ് കുറച്ചു കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതിനകം കേരളം മുഴുവനും കേട്ടിരിക്കുന്നു. 100-ന് താഴെ എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. 100-ന് താഴെ ടാക്സ് പുനഃക്രമീകരിച്ചു കൊടുക്കുന്നത് വഴി അഴിമതിയാണ് ഭരണപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞു. ഇപ്പോൾ 125 മുതൽ അങ്ങോട്ട് ടാക്സ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോഴും അത് പകുതിയിൽ താഴെയാണ് എന്നതാണ് പ്രധാനം. അപ്പോൾ എത്ര കിട്ടി എന്ന ചോദ്യം എലപ്പുള്ളി കേസിൽ അന്നത്തെ ഭരണപക്ഷത്തോട് ചോദിച്ചത് ഇപ്പോൾ ഈ ബ്രീസറിന്റെ കാര്യത്തിൽ 20% കുറവ് മദ്യ കണ്ടന്റ് അടങ്ങിയ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ മദ്യവുമായി ബന്ധപ്പെട്ട് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നത് വ്യക്തമാക്കേണ്ടി വരും. കാരണം സ്വന്തം വാക്കുകൾ തിരിഞ്ഞടിക്കുന്നത്, തിരിച്ചു കൊത്തുന്നത് കാണുകയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടുമില്ല. ഇനി സഭയിൽ സ്വാഭാവികമായും ചോദ്യമായി വരികയും ചെയ്യും. അതായത് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ കലുഷിതമാകുന്നത് മദ്യവിഷയത്തിൽ തന്നെ ആയിരിക്കും എന്നത് പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, ആദ്യ ദിവസം തന്നെ അത് തോമസ് ഐസക് അഴിമതിയാണ് എന്ന് പറയുമ്പോൾ CPM-ന് ഈ കാര്യത്തിൽ ടാക്സ് റിഡക്ഷനുമായി ബന്ധപ്പെട്ട് കുത്തക കമ്പനികൾ അവരെ സമീപിച്ച അനുഭവമുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഇത് അഴിമതിയാണ് എന്ന് പറയുന്നത്. അതിലൊരു ഡീൽ നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ CPM-ന് അറിയാം. അത് CPM അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനമാണ് അത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ കാലത്ത് ആദ്യ ബജറ്റിൽ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് തന്നെ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ചോദിക്കാം എത്ര കിട്ടി എന്നുള്ളത്. കാരണം അത് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. അത് അഴിമതിയുടെ കളമൊരുക്കാനുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിന് മറുപടി സഭയിൽ പറയേണ്ടി വരും. ഇനി 102 സീറ്റിന്റെ ഒരു വലിയ ബലം കൊണ്ട് അതിനെ പ്രതിരോധിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഈ സഭയിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് 2 പെർഫോമേഴ്സ് ആണുള്ളത്. ഒന്ന് പിണറായി വിജയനാണ്, ഒന്ന് വി ഡി സതീശനാണ്. നമ്മൾ 35 സീറ്റിൽ ഒതുങ്ങുന്ന പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ കുന്തമുന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഏറ്റവും ആക്റ്റീവായ സഭയിൽ ഇടപെടുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കണ്ടുപഠിക്കേണ്ടതാണ് അത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ആ കാര്യം ഉന്നയിക്കും. അത് ശക്തിയുക്തം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി ഡി സതീശന്റെ വാക്കുകൾ തന്നെ ഉണ്ട് താനും. മാത്രമല്ല ഇതിൽ
ടീം UDF എവിടെ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. കാരണം ഒന്ന്, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, അത് നയപരമായ തീരുമാനം തന്നെയാണ്. വിലക്കുറവിലൂടെ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ലഭ്യമാക്കുക എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നയപരമായ തീരുമാനമാണ്, ധനകാര്യപരമായ തീരുമാനമല്ല. സ്വാഭാവികമായും അത് എക്സൈസ് വകുപ്പിനോട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനി ബജറ്റിന് മുമ്പ് അത്തരത്തിൽ ഓരോ വകുപ്പിനോടും ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യ ബജറ്റിൽ അത് പ്രഖ്യാപിക്കുക എന്ന അടിയന്തരാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നില്ല. അതിനുശേഷം മതി. ഇനി ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചാൽ എന്ത് പറ്റിപ്പോകും? ബജറ്റിനപ്പുറത്ത് സാമ്പത്തിക കാര്യങ്ങൾ പ്രഖ്യാപിക്കില്ലേ? അപ്പൊ ചർച്ച ചെയ്തിട്ട് മതിയെന്നേ. ഒന്നോ രണ്ടോ ക്യാബിനറ്റും ഒരൊറ്റ സമ്മേളനവും ഒരു ബജറ്റും കഴിയുമ്പോഴേക്കും ഈ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള യാതൊരു അടിയന്തരാവസ്ഥയും ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇത് മദ്യവുമായി ബന്ധപ്പെട്ടതാണ്, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടതല്ല, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതല്ല, ഒന്നുമല്ല, മദ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു തിരക്കുമില്ല, ഒരു തിക്കുമില്ല എന്നത് നമ്മൾ കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ മദ്യവുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ സഭ പ്രക്ഷുബ്ധമാവുകയും ചെയ്യും. പ്രതിപക്ഷം അതിനെ വലിയ തോതിൽ ആയുധമാക്കുകയും ചെയ്യും. വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അതിന് സ്വന്തം വാക്കുകൾ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. പക്ഷേ VD സതീശൻ അതിനെ പ്രതിരോധിക്കില്ല എന്ന് ഞാൻ പറയില്ല. കാരണം VD സതീശൻ പ്രതിരോധിക്കും. VD സതീശന് നല്ല മികച്ച കമ്മ്യൂണിക്കേറ്ററാണ്. സ്വാഭാവികമായും അദ്ദേഹം നിയമസഭയിൽ എന്ത് പറയണം എന്ന കാര്യത്തിൽ ഒരു മറുപടി കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തേത് PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മറുപടി പറയേണ്ടി വരും. PM ശ്രീയുമായി ബന്ധപ്പെട്ടും ഒരൊറ്റ വർഷം കൊണ്ട് ഇത് നടപ്പിലാക്കിയിട്ട് എന്തു കിട്ടാൻ എന്നൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന 1500 കോടിയൊന്നും ഇനി കിട്ടില്ല. ഇനി കിട്ടാൻ പോകുന്നത് ശരിയാണ്, ഓരോ തുകയും പ്രധാനം തന്നെയാണ്. നമ്മളുടെ ഇതുപോലെ സാമ്പത്തികാവസ്ഥയുള്ള സംസ്ഥാന സർക്കാരിന് എത്ര ചെറിയ തുകയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടേണ്ടത് തന്നെയാണ്. പിന്നെ അത് ഔദാര്യമല്ല, അത് കടമല്ല, അത് നമ്മുടെ അവകാശമാണ്, നമുക്ക് കിട്ടേണ്ടതു തന്നെയാണ്. പക്ഷേ നയപരമായ ഒരു കാര്യത്തിൽ ആ വിട്ടുവീഴ്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത എന്ത് നിർബന്ധിതാവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നതൊരു ചോദ്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന ചോദ്യവുമായി ഇങ്ങോട്ടൊരു കത്തയച്ചല്ലോ. അതാണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം. ആ കത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്, ഉപസമിതി രൂപീകരിച്ച് ഇതിനൊരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പോയ സർക്കാർ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ കേന്ദ്ര സർക്കാർ ആ കത്തിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, നിലവിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു സ്തംഭനാവസ്ഥയുണ്ട്, അതിൽ ആക്റ്റീവ് അല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന കാര്യം കേന്ദ്രത്തിന് ബോധ്യമുണ്ട്. ഇനി അതിൽ എന്തു തീരുമാനമെടുക്കുന്നു? അതിൽ എന്തു തീരുമാനമെടുക്കാനും നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ അവർ തന്നെ പറഞ്ഞ, പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ ആശയപരമായ കാര്യങ്ങൾ ഘടകവിരുദ്ധമായി നിൽക്കുന്നുണ്ട്. അത് ഏറ്റവും കുറവ് ബാധിക്കുന്നത് VD സതീശനെയാണ്. VD സതീശന് മറിച്ചൊരു അഭിപ്രായം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ലീഗ് എന്ത് പറയും? MSF അടക്കം, അതിൽ യൂത്ത് ലീഗ് അടക്കം കൃത്യമായ എതിർധാരണയുണ്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് KM ഷാജി അറബിക്കടലിൽ നിന്ന് നീന്തി കയറിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നടപ്പിലാക്കാതിരിക്കാൻ എന്താണ് സാധ്യത എന്നുള്ളതാണ് പരിശോധിക്കുക പ്രാഥമികമായ ഉപസമിതി എന്നാണ് പറയുന്നത്. അപ്പോൾ ലീഗ് ആ കാര്യത്തിൽ ലീഗിന്റെ അണികളോട് കെട്ടുപാടുണ്ട്. ഈ കാലഘട്ടത്തിൽ ലീഗിന്റെ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ലീഗ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തീരുമാനിക്കുന്നത് എന്നതിനപ്പുറത്ത് അണികളുടെ വാക്കിന് കൃത്യമായ വില കൊടുക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഒഴിവാക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. മറ്റൊന്ന്, കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലും ഉണ്ടായ നിയമനം, ഈ ഗവർണറുടെ ഇടപെടലുകൾ, ദൈനംദിന കാര്യങ്ങളിൽ ഗവർണർ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട സമാന്തര സർക്കാരാണോ? VD സതീശൻ ഗവർണർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുന്നുണ്ടോ, തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾക്കെല്ലാം കോൺഗ്രസ് കൃത്യമായ മറുപടിയും പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഗ്വാദങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും തന്നെയാണ് കാണാൻ കഴിയുക എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഭ പ്രക്ഷുബ്ധമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. Meet the editors.